അപ്പം ഹെഡിങ് എഴുതിക്കുക യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാവരും ഒന്ന് പറഞ്ഞേ, കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് സാർ. ഓക്കെ, കണ്ടു സാർ. ഓക്കെ. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് ഹെഡിങ് എഴുതുക. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് ചാപ്റ്റർ 1 ആണേ. അപ്പം എന്താണ് യൂണിറ്റ്സ്? പാർവണ ഒന്ന് പറയാമോ, എന്താ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പാർവണേ? പാർവണ റെസ്പോണ്ട് ചെയ്യണേ. പാർവണ, യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താ യൂണിറ്റ്? പറഞ്ഞോളൂ. ആ, എത്ര സമയം എടുക്കുമോ യൂണിറ്റ് എന്താന്ന് പറയാൻ? ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല. അർപ്പിത പറയാമോ യൂണിറ്റ് എന്താ? സെന്റിമീറ്റർ, മീറ്റർ. ആ, സെന്റിമീറ്റർ, മീറ്റർ. അതായത് ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ അളക്കുന്ന ആ അളവ് കോലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യൂണിറ്റ് എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇപ്പോൾ ലെങ്ത് അളക്കണമെങ്കിൽ നമുക്ക് മീറ്റർ, സെന്റിമീറ്റർ, കിലോമീറ്റർ, മില്ലിമീറ്റർ അളക്കാം. ഫോഴ്സ് അളക്കണമെങ്കിൽ നമ്മൾ ന്യൂട്ടണിൽ അളക്കണം. വെയിറ്റ് അളക്കണമെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ അളക്കണം. മാസ് അളക്കണമെങ്കിൽ കിലോഗ്രാമിൽ അളക്കണം. വെലോസിറ്റി അളക്കണമെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിൽ അളക്കണം. അതേപോലെ തന്നെ എന്താണ്, ആക്സിലറേഷൻ അളക്കണമെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ അളക്കണം, ഇല്ലേ? അപ്പം ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റുകളെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് കൂടുതലും പഠിക്കുന്നത്. യൂണിറ്റും അതിൻ്റെ മെഷർമെൻറ്റിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത സാധനങ്ങളാണ്. കേൾക്കുമ്പം നിങ്ങളുടെ കിളിയൊക്കെ പോവും. അത് കുഴപ്പമില്ല, നമുക്കത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇനിയും കിളി മൊത്തം പോകാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ഇതിനകത്ത് പഠിക്കാനുള്ളത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഫിസിക്കലി മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെ എല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നാണ് പറയുന്നത്. അപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി മെഷർ ചെയ്യാൻ പറ്റും, ആക്സലറേഷൻ മെഷർ ചെയ്യാൻ പറ്റും, വെയിറ്റ് മെഷർ ചെയ്യാൻ പറ്റും, മാസ് മെഷർ ചെയ്യാൻ പറ്റും, എനർജി മെഷർ ചെയ്യാൻ പറ്റും, ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റും. അപ്പം ഫിസിക്സിലെ ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാരെയും നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നായിരിക്കും പറയുക. ഓക്കെ ആണല്ലോ? അപ്പം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓർ ബേസ് ക്വാണ്ടിറ്റി എന്നും അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഓർ ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആയിരിക്കും. ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് പറയാം, ഒന്ന് എഴുതാനുള്ളത് ഞാൻ തരാം. നമുക്കിപ്പോൾ ഒരു ഉദാഹരണം പറയണം. നമുക്ക് വെലോസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? അനഘ പറയാമോ? അനഘ, വെലോസിറ്റിയുടെ ഇക്വേഷൻ. അനഘ കേൾക്കാമോ? അനഘ ഇവിടെ ഉണ്ടോ? അനഘ കേൾക്കാമോ? ഓക്കെ, ഞാൻ പറയുമ്പം റെസ്പോണ്ട് ചെയ്യണേ, പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണം. വെലോസിറ്റിയുടെ ഇക്വേഷൻ അറിയാമോ? വെലോസിറ്റിയുടെ ഇക്വേഷൻ ഇല്ല. വെലോസിറ്റി ഇക്വേഷൻ അറിയത്തില്ലേ? അയ്യോ, കഴിഞ്ഞ വർഷങ്ങളിലോ അല്ലെ 9ാം ക്ലാസ്സിലൊക്കെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലെങ്ത് തന്നെയാണ്, ഇല്ലേ? ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ബേസിക് ആയിട്ടുള്ളത്. അപ്പം ശരിക്കും ഡിസ്പ്ലേസ്മെൻറ്റിൽ നിന്നും ടൈമിൽ നിന്നുമാണ് ശരിക്കും പറഞ്ഞാൽ ഈ വെലോസിറ്റി ഉണ്ടായത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റും ടൈമും നമ്മുടെ ബേസിക് ക്വാണ്ടിറ്റീസിനകത്ത്, അതായത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനകത്ത് പെടുന്ന രണ്ടാൾക്കാരാണ്. അതായത് ലെങ്ത്, ടൈം. ഇനി വേറൊരു കാര്യം കൂടെ, ഫോഴ്സ് ഈസിക്കൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ നോക്കിയാൽ ഈ ഫോഴ്സ് എങ്ങനെയാണ് ഉണ്ടായത്? മാസിനെയും ആക്സിലറേഷനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ആണോ? അപ്പം ആക്സിലറേഷൻ എങ്ങനെ വേണമെങ്കിൽ ഉണ്ടായത്? വെലോസിറ്റി ബൈ ടൈമാണ്.
അപ്പം വെലോസിറ്റി എങ്ങനെ ഉണ്ടായത്? ലെങ്ത് ബൈ ടൈം ഡിവൈഡഡ് ബൈ ടൈം ഇങ്ങനെയാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോഴ്സ് ഉണ്ടായത് മാസിൽ നിന്നും ലെങ്തിൽ നിന്നും ടൈമിൽ നിന്നുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മാസ്, ലെങ്ത്, ടൈം, പിന്നീട് ഒരു 4-5 ക്വാണ്ടിറ്റീസ് ഉണ്ട്. അതാണ് ബേസിക് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. ഇതിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ ക്വാണ്ടിറ്റി. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ വെലോസിറ്റി ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. എന്തുകൊണ്ടാണ്? അത് ലെങ്തിനെയും ടൈമും തമ്മിൽ ഡിവൈഡ് ചെയ്തപ്പോഴാണ് വെലോസിറ്റി ഉണ്ടായത്. അതുപോലെ തന്നെ ഫോഴ്സ് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. മാസ് എന്ന് പറയുന്ന ബേസിക് ക്വാണ്ടിറ്റിയും ലെങ്ത് എന്ന് പറയുന്ന ബേസിക് ക്വാണ്ടിറ്റിയും ടൈം എന്ന് പറയുന്ന ബേസിക് ക്വാണ്ടിറ്റിയും ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ വഴി ഫോം ചെയ്തപ്പോഴാണ് നമുക്ക് ഫോഴ്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഡിറൈവ് ചെയ്തത്. മനസ്സിലായോ? അപ്പം എന്തെങ്കിലും ക്വാണ്ടിറ്റിയിൽ നിന്നും ഉണ്ടായി വരുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. എന്തിൽ നിന്നാണോ ഉണ്ടാകുന്നത് അതിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്തൊക്കെയാണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോൾ എല്ലാം, അളക്കാൻ പറ്റുന്നതെല്ലാം. വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിസ്റ്റൻസ്, ലെങ്ത്, ഹൈറ്റ്, ആൾട്ടിറ്റ്യൂഡ്, വെലോസിറ്റി, സ്പീഡ്, പിന്നെന്താ ആക്സിലറേഷൻ, എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ഫോഴ്സ്, ഇങ്ങനെയുള്ളതെല്ലാം, ടോർക്ക്, ഇങ്ങനെയുള്ളതെല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റീസാണ്. പക്ഷേ ഫണ്ടമെൻ്റലായിട്ട്, ബേസിക്കായിട്ട് നമുക്ക് 7 ഫിസിക്കൽ ക്വാണ്ടിറ്റീസാണ് ഉള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 3 മാസും ലെങ്തും ടൈമുമാണ്. അപ്പോൾ ഞാനിത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ തന്നേ ഉള്ളൂ. എന്താണ് നമ്മൾ ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. സൂര്യഗായത്രി. മനസ്സിലായി സാർ. ഓക്കെ. അർപ്പിത. മനസ്സിലായി സാർ. ഓക്കെ. പാർവണ എങ്ങനെയുണ്ട്? മനസ്സിലായോ? പാർവണ അനഘയും ആദ്യമായിട്ടാണ് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ബാക്കി 2 പേര് ഓൾറെഡി എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം, മനസ്സിലാകാഴികയുണ്ടെങ്കിൽ പറയാം. ഓക്കെ. അപ്പം നിങ്ങൾ അനഘയ്ക്ക് എങ്ങനെയുണ്ട്? അനഘയ്ക്ക് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ ഇത് എഴുതിക്കോ. നിങ്ങൾ ആദ്യം എഴുതേണ്ടത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന ഹെഡിങ് എഴുതുക. എന്നിട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന സബ് ഹെഡിങ് എഴുതുക. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എന്നിട്ട് അതിൻ്റെ താഴോട്ട് എഴുതുക ദോസ് ക്വാണ്ടിറ്റീസ് which can describe the laws of physics are called the physical quantity. ഇനിയും അതായത് ദോസ് ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ഡിസ്ക്രൈബ് ദ ലോ ഓഫ് ഫിസിക്സ്. ഫിസിക്സിലെ എല്ലാ ലോസിനെയും ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആണോ അതിനെല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നാണ് പറയുന്നത്. എന്നാൽ നിങ്ങളെ ഞാൻ പഠിപ്പിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പം എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ബാക്കിയായിട്ട് എഴുതിക്കുക. എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് വൺ that can be measured. മെഷർ ചെയ്യാൻ പറ്റുന്ന എല്ലാ ക്വാണ്ടിറ്റീസും ഫിസിക്കൽ ക്വാണ്ടിറ്റീസാണ്. എക്സാമ്പിൾ നമുക്ക് ലെങ്ത് എഴുതാം, ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. മാസ് എഴുതാം, ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ടൈം എഴുതാം, ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. പ്രഷർ എഴുതാം, ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ടെമ്പറേച്ചർ എഴുതാം, ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്, എക്സെട്ര. ഇനി അങ്ങോട്ടെല്ലാം കുറേ ഫിസിക്കൽ ക്വാണ്ടിറ്റി. കറണ്ട്, ഇലക്ട്രിസിറ്റി, ഒരു ഇലക്ട്രിക് കറണ്ട് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. റെസിസ്റ്റൻസ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അങ്ങനെയൊക്കെ നമുക്ക് എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഒത്തിരി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അതായത് ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്ന ഓരോ ആൾക്കാരും നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി, കാരണം എല്ലാത്തിനെയും നമുക്ക് അളക്കാൻ പറ്റും. ഓക്കെ, ഇത്ര എഴുതിയോ? പെട്ടെന്ന് എഴുതണേ. നമ്മൾ 10ാം ക്ലാസ് പോലെ പെതുക്കെ ഒരു മട്ടിൽ നമ്മൾ നോട്ട് എഴുതുവാണെങ്കിൽ തീരത്തില്ല. 14 ചാപ്റ്റർ ഫിസിക്സ് പഠിക്കാനുണ്ട്. 14 ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ പോലെ 10ാം ക്ലാസ്സിൽ 4 ചാപ്റ്ററേ ഉള്ളായിരുന്നു. അതിനകത്ത് എനിക്ക് തോന്നുന്നു കൂടിപ്പോയ 8 പേജ് കാണും മാക്സിമം. എന്നാൽ ഇത്
കുറഞ്ഞത് ഒരു 18 തൊട്ട് 28 പേജ് വരെ ഉണ്ട് ഒരു ചാപ്റ്റർ, മനസ്സിലായോ? അപ്പോൾ നമ്മൾ നോട്ട് എഴുതാനൊക്കെ ഒത്തിരി ഉണ്ടാവും. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് എഴുതുക. നിങ്ങൾ ഇനിയും മുമ്പിലോട്ട് പോകുമ്പോഴും നിങ്ങളുടെ സ്കൂളിലും അങ്ങനെ ആയിരിക്കും. പെട്ടെന്ന് എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടൊന്നും കിട്ടത്തില്ല. ഓക്കെ, എൻ്റെ നോട്ട് കിട്ടും. ഞാനിപ്പോൾ റെക്കോർഡഡ് ഞാൻ ഇത് അയച്ചു തരുന്നുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അതൊക്കെ നോക്കി എഴുതാം. പക്ഷേ പെട്ടെന്ന് എഴുതിയെടുക്കാൻ പഠിക്കുക. അടുത്ത നിങ്ങൾ ഹെഡിങ് എഴുതേണ്ടത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് നമ്പർ ഇട്ടിട്ട് എഴുതുക. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഓർ ബേസ് ക്വാണ്ടിറ്റി. രണ്ടാമത്തേത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. എഴുതുന്നുണ്ടല്ലോ, അതിൻ്റെ താഴോട്ട് എഴുതുക. ഇനി നമ്മൾ ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്താണെന്ന് എഴുതാൻ പോകുന്നത്. ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഒരു ലൈൻ വിട്ടിട്ട് എഴുതുക. ഫിസിക്കൽ ക്വാണ്ടിറ്റി that are independent of each other, independent of each other. ശ്രീലക്ഷ്മി കേൾക്കാമോ? ശ്രീലക്ഷ്മി കേൾക്കാമോ? യെസ് സർ, കേൾക്കാം. എന്തോ പറ്റി താമസിച്ചേ? പോയോ? ഓക്കെ ശ്രീലക്ഷ്മി, ഒരു പേജ് വലിയ ബുക്കാണ് എടുക്കുന്നതെങ്കിൽ ഒരു 3/4 പേജ് വിട്ടിട്ട് താഴോട്ട് വേണ്ടി ഇതങ്ങ് എഴുതിക്കോ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ ശ്രീലക്ഷ്മി. വലിയ ബുക്കാണെങ്കിൽ 3/4 പേജ് വിട്ടിട്ട് ബാക്കി ഇത് എഴുതുക. ചെറിയ ബുക്കാണെങ്കിൽ ഒരു പേജ് വിട്ടിട്ട് അപ്പുറത്തെ പേജിൽ എഴുതുക. ഓക്കെ, ശ്രീലക്ഷ്മിക്ക് കേൾക്കാമോ? ഹലോ. ഓക്കെ സർ, കേട്ടു. ഓക്കെ, അപ്പോൾ the physical quantities that are independent of each other are called fundamental quantities. All other quantities which can be expressed in terms of all other quantities which can be expressed in terms of fundamental quantity are called derived quantity. ക്ലിയർ ആണോ? എഴുതിയോ? അനഘ എഴുതിയോ? അനഘ. യെസ് സർ. ഓക്കെ, അർപ്പിത, സൂര്യഗായത്രി, പാർവണ. ശ്രീലക്ഷ്മി എഴുതിയോ? ശ്രീലക്ഷ്മി
ഓക്കെ, അപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ വായിച്ചു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കും അല്ലേ. നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കലി മെഷർ ചെയ്യാൻ പറ്റുന്ന എല്ലാ ക്വാണ്ടിറ്റീസിനെയും ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നാണ് പറയുന്നത്. ഫിസിക്കൽ അപ്പോൾ നമുക്ക് എക്സാമ്പിൾ എന്തൊക്കെ പറയാം? മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, കറണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, റെസിസ്റ്റൻസ്, സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, ടോർക്ക്, വെയിറ്റ്, മാസ്, ഇതെല്ലാം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇവരെ എല്ലാം നമ്മൾ എന്തെന്ന് പറയുന്നു? ഇവരെ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നു. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ. ഇനി ഫിസിക്കൽ ക്വാണ്ടിറ്റി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്താണ്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി അഥവാ ബേസ് ക്വാണ്ടിറ്റി എന്ന് പറയും, പിന്നെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പം ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിനെ, ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ഇതുണ്ട്, ഇൻഡിപെൻഡൻ്റ് ഓഫ്, വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്തില്ല, അവരാണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആൾക്കാർ, വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാത്ത ക്വാണ്ടിറ്റീസിനെയാണ്. ഇപ്പം മാസ് എങ്ങനെയാണ്? വേറെ ആരിൽ നിന്നേലും ആണോ ഉണ്ടായത്? അല്ല, മാസ് ഇൻഡിപെൻഡൻ്റാണ്. ടൈം വേറെ ആരെങ്കിലും നിന്നാണോ ഉണ്ടായത്? അല്ല, ടൈം ഇൻഡിപെൻഡൻ്റാണ്. എന്താണ്? അതേപോലെ തന്നെ ലെങ്ത് ആരിൽ നിന്നാണോ ഉണ്ടായത്? അല്ല, ഇൻഡിപെൻഡൻ്റാണ് ഇല്ലേ. പക്ഷേ വെലോസിറ്റി എങ്ങനെ ഉണ്ടായത്? വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ലെങ്താണ്, ലെങ്ത് ബൈ ടൈമാണ്. അപ്പോൾ ലെങ്തിൽ നിന്നും ടൈമിൽ നിന്നുമാണ് വെലോസിറ്റി ഉണ്ടായത്. മനസ്സിലായോ? ഇൻഡിപെൻഡൻ്റ് അല്ല, അത് ഡിപ്പെൻഡൻ്റ്. ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ലെങ്തിനെയും ടൈമിനെയും. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ബൈ ടൈമാണ്. വെലോസിറ്റി തന്നെ ലെങ്തിനെയും ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു, വീണ്ടും ഒരു ടൈം. അപ്പോൾ ലെങ്തിനെയും ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ് ആക്സിലറേഷൻ. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുമ്പോൾ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. മാസ് കണ്ടോ? അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്ന ആൾ മാസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു, ആക്സിലറേഷൻ ഓൾറെഡി ലെങ്തിനെയും ടൈമിനെയും ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസിനെയും ലെങ്തിനെയും ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. കണ്ടോ? അപ്പം ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് വേറൊരാളിൽ നിന്നുണ്ടാകുന്ന ആളിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇത്രയും നേരം ഇതായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ ആണല്ലോ എല്ലാവർക്കും? ശ്രീലക്ഷ്മിക്ക് ഓക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ, ശ്രീലക്ഷ്മിക്ക് ഓക്കെ ആണോ? ശ്രീലക്ഷ്മി എന്ന് പറയണേ. ശ്രീലക്ഷ്മിക്ക് നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും ട്യൂഷൻ ക്ലാസ്സിൻ്റെ സമയത്ത് മാക്സിമം ബ്രോഡ്ബാൻഡ് ഉണ്ടെങ്കിൽ ബ്രോഡ്ബാൻഡ് യൂസ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ മൊബൈൽ കണക്ഷൻ വഴിയൊക്കെയാണ് കയറുന്നതെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാവും, അത് പാടായിരിക്കും. അപ്പോൾ ബ്രോഡ്ബാൻഡ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും, നിങ്ങൾക്ക് കൃത്യമായിട്ട് കയറാൻ ഡിലേ ഇല്ലാതെ പറ്റും. ഇനിയും നെറ്റ്വർക്ക് മറ്റേ ഡേറ്റ കണക്ഷൻ വഴിയാണെങ്കിൽ നിങ്ങൾ ഇതിന് വേണ്ട ഡേറ്റ കൃത്യമായിട്ട് ആ ഫോണിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ കട്ടായി പോവും, നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഓക്കെ, അടുത്ത ഹെഡിങ് എഴുതേണ്ടത് യൂണിറ്റ്സ് എന്നാണ്. യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെയൊക്കെ അളക്കുന്ന ഒരു അളവ് കോലാണ് അല്ലേ. അപ്പം എഴുതുക, ദ റെഫറൻസ് സ്റ്റാൻഡേർഡ് used to measure, reference standard used to measure the physical quantity, the reference standard used to measure the physical quantity is called unit. അപ്പം കണ്ടോ, റെഫറൻസ് സ്റ്റാൻഡേർഡ് ഒരു റെഫറൻസ് സ്റ്റാൻഡേർഡാണ്. എന്തിനാ? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്യാൻ. ഇപ്പോൾ മാസ്, എൻ്റെ വെയിറ്റ് അല്ല പോട്ടെ, എൻ്റെ മാസ് എന്ന് പറയുമ്പം 75 kg ആണ്. അപ്പം 75, ഇപ്പം അനഘയാണെങ്കിൽ, അനഘ ഇവിടെ ഉണ്ടോ? ഉണ്ട്. അനഘ ഒരു പച്ചക്കറി കടയിൽ പോവാണ്. അനഘയ്ക്ക് ഉരുളക്കിഴങ്ങ് വേണം. അമ്മ പറഞ്ഞു ഉരുളക്കിഴങ്ങ് മേടിച്ചുകൊണ്ട് വരാൻ. അപ്പോൾ അനഘ പോയിട്ട് എന്താ പറയുക? കിലോഗ്രാം പറയണം. അതോ അനഘ പോയിട്ട് ചേട്ടാ ഉരുളക്കിഴങ്ങ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉരുളക്കിഴങ്ങ് എടുത്ത് തരുമോ? തരും. അപ്പൊ ഒരു ചാക്ക് എടുത്ത് തല വെച്ച് തരുമോ? 1 കിലോ അല്ല 1/2 കിലോ. അങ്ങനെ പറയണം അല്ലയോ? അല്ലാതെ ചേട്ടാ ഉരുളക്കിഴങ്ങ് വേണമെന്ന് പറഞ്ഞാൽ അവരെടുത്ത് തരുമോ? അതില്ല. അവരുടെ രണ്ടാമത്തെ ചോദ്യം മോളെ എത്ര വേണമെന്നാ അല്ലേ? അപ്പൊ അതാണ്. അപ്പോൾ നമ്മൾ പോയിട്ട് അവിടെ പോയിട്ട് ചേട്ടാ ഉരുളക്കിഴങ്ങ് വേണമെന്ന് പറഞ്ഞാൽ അവർ ഒരു ചാക്ക് എടുത്ത് തല വെച്ച് കൊണ്ടു കഴിഞ്ഞാൽ അനഘ അത് ചുമ്മിക്കൊണ്ട് വീട്ടിൽ പോകേണ്ടി വരും. ആണോ? അല്ല. അപ്പൊ
അപ്പം അങ്ങനെയല്ല. അപ്പം നമുക്ക് വേണ്ടത് അളവ് കോൽ, അതാണ് റെഫറൻസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, മനസ്സിലായോ? അപ്പോൾ അതാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ്. അപ്പം ഇനി നമ്മൾ ഈ യൂണിറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റിനെ എല്ലാം ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്നും, ഡിറൈവ്ഡ് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റിനെ ഡിറൈവ്ഡ് യൂണിറ്റ് എന്നും ആയിരിക്കും പറയുക. ഓക്കെ ആണല്ലോ? അപ്പം നമുക്ക് അടുത്ത് എഴുതേണ്ടത് ടൈപ്സ് ഓഫ് യൂണിറ്റ് എന്നാണ്. ടൈപ്സ് ഓഫ് യൂണിറ്റ്. എന്നിട്ട് ഒന്നൊന്ന് എഴുതേണ്ടത് ഫണ്ടമെൻ്റൽ യൂണിറ്റ്. ഫണ്ടമെൻ്റൽ, അതായത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റിനെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് പറയും. ഫണ്ടമെൻ്റൽ യൂണിറ്റ്. എന്നിട്ടൊരു ഹൈഫൻ ഇടുക. എന്നിട്ട് എഴുതുക ദ യൂണിറ്റ് defined for the fundamental quantity. Fundamental quantity. The unit defined for fundamental quantity. രണ്ടാമത്തേത് derived unit. derived unit എന്ന് പറയുമ്പോൾ ദ യൂണിറ്റ് എന്താ, ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ് ആണ് ഡിറൈവ്ഡ് യൂണിറ്റ്, ഇല്ലേ? അപ്പോൾ ദി യൂണിറ്റ് ഓഫ് ഓൾ അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റി, which are derived from fundamental units. From fundamental units. മൂന്ന് വേണ്ട, അത്രേ ഉള്ളൂ, രണ്ട്. ക്ലിയർ ആണോ? എഴുതിയോ? അർപ്പിത ഓക്കെ ആണോ? അർപ്പിതേ സൂര്യഗായത്രി ഓക്കെ ആണോ? ഓക്കെ സർ. അതേപോലെ തന്നെ അനഘയും പാർവണയും ഓക്കെ ആണോ? ഓക്കെ സർ. ശ്രീലക്ഷ്മി ഓക്കെ ആണോ? ശ്രീലക്ഷ്മി പോയോ? കുഞ്ഞെ നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ ശ്രീലക്ഷ്മിക്ക്? കുഴപ്പമില്ല. ഓക്കെ, അടുത്തത് സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്നൊരു ഹെഡിങ് എഴുതിക്കോ. സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്നൊരു ഹെഡിങ് എഴുതുക. ഒന്നെന്ന് എഴുതിയിട്ട് FPS സിസ്റ്റം എന്ന് എഴുതുക. FPS സിസ്റ്റം. In this system the unit of length is foot. നമ്മൾ ഫീറ്റ് എന്ന് പറയത്തില്ല, അടി. അപ്പം ലെങ്തിനെ നമ്മൾ അടിക്കണക്കിലാണ് അളക്കുന്നത് ഈ FPS സിസ്റ്റത്തിൽ. അടി. യൂണിറ്റ് ഓഫ് മാസ് എന്ന് പറയുന്നത് ഈസ് പൗണ്ടാണ്. പൗണ്ട്. അതേപോലെ തന്നെ യൂണിറ്റ് ഓഫ് ടൈം എന്ന് പറയുന്നത് ഈസ് സെക്കൻഡ്. ഈ സിസ്റ്റം, അതായത് നമുക്ക് ഈ യൂണിറ്റിന് ഓരോ സിസ്റ്റം ഉണ്ട്. ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ. അർപ്പിത ഇന്ത്യയിൽ നിന്നുള്ള സയൻറ്റിസ്റ്റാണ്, ഞാൻ അമേരിക്കയിൽ നിന്നുള്ള സയൻറ്റിസ്റ്റാണ്, പാർവണ ജപ്പാനിൽ നിന്നുള്ള സയൻറ്റിസ്റ്റാണ്, സൂര്യഗായത്രി ഇസ്രായേലിൽ നിന്നുള്ള സയൻറ്റിസ്റ്റാണ്, അതേപോലെ തന്നെ നമ്മുടെ അനഘ UAE നിന്നുള്ള സയൻറ്റിസ്റ്റാണെന്ന് വിചാരിച്ചോ. അപ്പം ഇന്ത്യയിൽ ലെങ്ത് എല്ലാം അളക്കുന്നത് എപ്പോഴും അടിക്കണക്കാണ് അളക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി, സ്ഥലമൊക്കെ അളക്കുന്നവർ വരുവാണ് അടിക്കണക്കാണ് അളക്കുന്നത്. എന്നാൽ അമേരിക്കയിൽ എല്ലാം പൗണ്ടിലായിരിക്കും, ലെങ്ത് അളക്കുന്നത് കൂടുതലും സെൻറ്റിമീറ്ററിലായിരിക്കും അവിടെ കൂടുതലും അളക്കുക. നിങ്ങൾ നോക്കിയാൽ മതി, നമ്മൾ ചെരുപ്പൊക്കെ ഇൻ്റർനാഷണൽ സൈറ്റിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് അതെല്ലാം സെൻറ്റിമീറ്ററിലാണ് അവരുടെ നമ്മുടെ ഫൂട്ടിൻ്റെ, അതായത് കാലിൻ്റെ സൈസ് വരുന്നത്.
ഇനിയും യു എയിൽ ചിലപ്പോൾ അത് മില്ലിമീറ്ററിലായിരിക്കും അളക്കുന്നത്, മനസ്സിലായോ? ഇനിയും എന്താണ് ജപ്പാനിൽ ചിലപ്പോൾ അത് എന്താണ് മീറ്ററിലായിരിക്കും അളക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ ഓരോ രാജ്യത്ത് ലെങ്ത് അളക്കുന്നതിന് ഡിഫറെൻറ്റ് രീതിയിലാണ്. അപ്പം ജനറലി കുറച്ച് സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം അനുസരിച്ച് ഓരോരോ രാജ്യത്തുണ്ടായിരുന്ന നിലനിന്നിരുന്ന സിസ്റ്റം എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ അളക്കുന്ന അളവുകോലിൻ്റെ സിസ്റ്റത്തെയാണ് നമ്മൾ സിസ്റ്റം ഓഫ് യൂണിറ്റിനകത്ത് പറയുന്നത്. അതിൽ ഒന്നാമത്തേത് FPS സിസ്റ്റമാണ്. ഇപ്പോൾ FPS സിസ്റ്റത്തിൽ ലെങ്ത് അളക്കുന്നത് ഫൂട്ടിലും മാസ് അളക്കുന്നത് പൗണ്ടിലും ടൈം അളക്കുന്നത് സെക്കൻഡ്. അതുകൊണ്ടാണ് അതിൻ്റെ പേരും അങ്ങനെയാണ് വന്നത്, ഫൂട്ട് പൗണ്ട് സെക്കൻഡ്. ഫൂട്ട് പൗണ്ട് സെക്കൻഡ് FPS സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊന്നും നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ളത് SI സിസ്റ്റമാണ്, സിസ്റ്റം ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്ന SI സിസ്റ്റമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഇനിയും അടുത്തത് രണ്ടാമത്തെ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്നാൽ ഈ സൈഡിലേക്ക് എഴുതാം. രണ്ടാമത്തെ യൂണിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് CGS സിസ്റ്റമാണ്. അത് നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും, CGS സിസ്റ്റം. CGS സിസ്റ്റം SI സിസ്റ്റമാണ് ജനറലി നിങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ള രണ്ട് സിസ്റ്റങ്ങൾ. അപ്പം ഇൻ ദിസ് സിസ്റ്റം the unit of length is the unit of length is സെൻറ്റിമീറ്റർ ആണ്. സെൻറ്റിമീറ്റർ. യൂണിറ്റ് ഓഫ് മാസ് ഈസ് ഗ്രാം. അതേപോലെ തന്നെ യൂണിറ്റ് ഓഫ് ടൈം ഈസ് സെക്കൻഡ് ആണ്, സെക്കൻഡ്. മൂന്നാമത്തെ സിസ്റ്റം MKS സിസ്റ്റം എന്ന് പറയും. MKS സിസ്റ്റം. In this system the unit of length എന്ന് പറയുന്നത് ഈസ് മീറ്റർ ആണ്. അതേപോലെ തന്നെ യൂണിറ്റ് ഓഫ് മാസ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. അതേപോലെ തന്നെ യൂണിറ്റ് ഓഫ് ടൈം എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. നാലാമത്തേത് SI സിസ്റ്റം. ഇതാണ് നമ്മൾ എല്ലാ രാജ്യത്തും യൂസ് ചെയ്യുന്ന സിസ്റ്റം. ഇപ്പം പല രാജ്യത്തെ സയൻറ്റിസ്റ്റുകളെല്ലാം കൂടെ കൂടിച്ചേർന്നിട്ട് ഒരൊറ്റ കാര്യം കണ്ടുപിടിക്കുവാണെങ്കിൽ ഇപ്പം ലെങ്ത് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുമ്പോൾ പലരും പല യൂണിറ്റിലായിരിക്കും കണ്ടുപിടിക്കുന്നത്. അപ്പം ഫൈനൽ ആൻസർ തെറ്റിപ്പോവും. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നം വരുന്ന സമയത്ത് കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ അത് ഒത്തിരി പ്രോബ്ലമായിട്ട് വന്നപ്പം അതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു, സിസ്റ്റം ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് സിസ്റ്റം കൊണ്ടുവന്നിട്ട് എല്ലാ സയൻറ്റിസ്റ്റിനോടും പറഞ്ഞു, നിങ്ങളെ രാജ്യത്തെ സിസ്റ്റങ്ങളൊക്കെ യൂസ് ചെയ്തു, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ എന്ത് ചെയ്യണം, നിങ്ങളുടെ രാജ്യത്തെ നമുക്കൊരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഉണ്ട്. ഇപ്പോൾ ലെങ്തിനാണെങ്കിൽ മീറ്ററാണ്. അത് ഇപ്പോൾ ഒരു രാജ്യത്തെ സെൻറ്റിമീറ്റർ ആണെങ്കിൽ ആ സെൻറ്റിമീറ്ററിനെ മീറ്ററാക്കി കൺവേർട്ട് ചെയ്തിട്ട് വേണം ഇവിടെ പറയാൻ, മനസ്സിലാകും. ഇപ്പം അമേരിക്കയിൽ ലെങ്ത് മില്ലിമീറ്ററിലായിരിക്കും. അപ്പോൾ അതിനെ മീറ്ററാക്കി കൺവേർട്ട് ചെയ്തിട്ട് വേണം ആ കണ്ടുപിടുത്തത്തിനകത്ത് എന്ത് ചെയ്യാൻ, അപ്ലൈ ചെയ്യാൻ വേണ്ടി, മനസ്സിലായോ? അപ്പോൾ അതിനു വേണ്ടി എല്ലാവരുടെയും ആ ഒരു യൂണിവേഴ്സൽ കൺസെപ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ സിസ്റ്റം ഇൻ്റർനാഷണൽ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പം this system is widely
used in all measurement throughout the world ഇനിയും the system is based on 7 basic unit and 2 supplementary units. ഇനി ഒരു ടേബിൾ വരയ്ക്കണം. എഴുതിയോ? ഇതിത്ര എഴുതിയോ കുഞ്ഞുങ്ങളെ? എത്ര എഴുതിയോ? എഴുതി സർ. എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം. ഓരോരുത്തരോടും എടുത്ത് ചോദിക്കാൻ പറ്റില്ല. എഴുതി സർ. ഓക്കെ, അടുത്തൊരു ടേബിളാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് ആ ടേബിളിൻ്റെ ഹെഡിങ് ആയിട്ട് ബേസിക് യൂണിറ്റ് ഹെഡിങ് കൊടുത്തിട്ട് താഴോട്ട് ഇവിടെ 3 കോളം വരയ്ക്കുക. ഇവിടെ ക്വാണ്ടിറ്റി, ഇവിടെ യൂണിറ്റ്, ഇവിടെ സിമ്പൽ ഓഫ് യൂണിറ്റ്. ഇത് എസ് ഐ സിസ്റ്റം ഒരു 7 ബേസിക് യൂണിറ്റിൻ്റെയും അതേപോലെ തന്നെ ബേസിക് യൂണിറ്റിനെയും 2 സപ്ലിമെൻ്ററി യൂണിറ്റിനെയും ബേസ് ചെയ്താണ് നിൽക്കുന്നത്. ഇത് കുറച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കുറച്ചൊന്നും നിങ്ങൾ പഠിച്ചിട്ടില്ല. ഓക്കെ, അപ്പം ആദ്യത്തെ ക്വാണ്ടിറ്റി ലെങ്ത്, ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലെങ്ത് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മീറ്റർ. നിങ്ങൾ മീറ്ററിന് വേർഡിൽ എഴുതുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പം നിങ്ങൾ എം ക്യാപിറ്റലിൽ എഴുതും, ചിലപ്പോൾ സ്മോളിൽ എഴുതും. എപ്പോഴും ആലോചിച്ചോണം, നിങ്ങൾ യൂണിറ്റിനെ വേർഡായിട്ട് എഴുതുമ്പോൾ എല്ലാ ലെറ്ററും സ്മോൾ ലെറ്റർ ആയിരിക്കണം എന്നൊരു നിയമമുണ്ട്. +1 മുതൽ അത് കീപ്പ് ചെയ്യണം. 10 വരെ നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നിയ പോലെ എഴുതാം. ഓക്കെ, സിമ്പൽ എന്ന് പറയുമ്പോൾ സ്മോൾ ലെറ്റർ എം ആയിരിക്കും. അടുത്തത് മാസ് കിലോഗ്രാമാണ് ഇല്ലേ? എസ് ഐ യൂണിറ്റ് കിലോഗ്രാമാണ്. അതിനെ എഴുതുമ്പോൾ സ്മോൾ ലെറ്റർ കെ ആണ്, കിലോഗ്രാം. എല്ലാവരും കിലോഗ്രാമൊക്കെ എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററൊക്കെ ആയിരുന്നു ഇത് എഴുതിക്കൊണ്ടിരുന്നത് ഇല്ലേ? കിലോഗ്രാം. അതിനെ നമുക്ക് എന്താണെന്ന് എടുക്കാം? kg എന്നെടുക്കാം. ഓക്കെ ആണല്ലോ. അടുത്തത് ടൈം. അതിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ്. അതിനെയും എല്ലാം ചെറിയ ലെറ്റർ ഉപയോഗിച്ചാണ് വേർഡ് എഴുതേണ്ടത്. പിന്നെ യൂണിറ്റ് എഴുതുമ്പോൾ ചെറിയ എസ് ആണ് ഇടേണ്ടത്. ഇനി അടുത്തത് ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് കെൽവിനാണ്. വേർഡിൽ എഴുതുമ്പോൾ കെൽവിൻ എല്ലാം സ്മോൾ ലെറ്റർ എഴുതുക. പക്ഷേ യൂണിറ്റ് എഴുതുമ്പോൾ മാത്രം ക്യാപിറ്റൽ ലെറ്റർ. അതവിടെ കിടക്കട്ടെ, അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. അടുത്തത് ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് എഴുതുന്ന സമയത്ത് ആംപിയർ എന്നാണ് അതിൻ്റെ യൂണിറ്റ്. കഴിഞ്ഞ വർഷം പഠിച്ചാണ് ആംപിയർ. പക്ഷേ യൂണിറ്റ് സിമ്പൽ എഴുതുന്ന സമയത്ത് ക്യാപിറ്റൽ ലെറ്റർ വേണം കൊടുക്കാൻ. മുകളിലോട്ട് 3 ആൾക്കാരും സ്മോൾ ആയിരുന്നു, ഇത് രണ്ടും മാത്രം ക്യാപിറ്റൽ എഴുതി. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. അടുത്തത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഇതൊന്നും പഠിച്ചിട്ടില്ലായിരിക്കും നിങ്ങൾ. പഠിച്ചിട്ടില്ല. നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ നമ്മൾ മോൾ എന്നാണ് പറയുന്നത്. മോളും മോനും ഒക്കെ ഉണ്ട് കേട്ടോ, ഓർത്തോണം. മോൾ അതിൻ്റെ യൂണിറ്റ് എഴുതുമ്പം ഈ എഴുതത്തില്ല, MOL എന്ന് എഴുതും സിമ്പൽ എഴുതുമ്പോൾ. ഇനിയും അടുത്തത് ലൂമിനസ് ഇൻറ്റൻസിറ്റി. ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ക്യാൻഡില എന്ന് പറയും.
ക്യാൻഡില അതിനെ CD എന്ന് എഴുതും. ഇത്രയുമാണ് 7 ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്. ലെങ്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറണ്ട്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഇത്ര എഴുതിയോ? എഴുതി കഴിഞ്ഞോ? സൂര്യഗായത്രി, അനഘ? എഴുതി സർ. എഴുതി കഴിഞ്ഞു. ഓക്കെ. ഇനിയും നമ്മൾ സപ്ലിമെൻ്ററി യൂണിറ്റ് എന്നൊരു ഹെഡിങ് കൊടുക്കുക. സപ്ലിമെൻ്ററി യൂണിറ്റ് എന്ന ഹെഡിങ് കൊടുക്കുക. സപ്ലിമെൻ്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ആ ബോക്സിൻ്റെ താഴോട്ട് തന്നെയുള്ള കണ്ടിന്യൂവേഷൻ ബോക്സിൻ്റെ അവിടെ പ്ലെയിൻ ആംഗിൾ എന്ന് എഴുതുക. പ്ലെയിൻ ആംഗിൾ അതിൻ്റെ യൂണിറ്റിൻ്റെ പേര് റേഡിയൻ എന്നാണ്. അതിൻ്റെ സിമ്പൽ RAD എന്നാണ്. അടുത്തത് സോളിഡ് ആംഗിൾ അത് എന്താണ്? സ്റ്റെറേഡിയൻ എന്നാണ് അതിൻ്റെ യൂണിറ്റിൻ്റെ പേര്. അതിൻ്റെ യൂണിറ്റിൻ്റെ പേര് സ്റ്റെറേഡിയൻ. അതേപോലെ തന്നെ SR എന്നാണ് അതിൻ്റെ സിമ്പൽ. അപ്പോൾ ഈ പ്ലെയിൻ ആംഗിൾ എന്താ, അതേപോലെ തന്നെ സോളിഡ് ആംഗിൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഒരു ദോശ കൺസിഡർ ചെയ്യുക. ദോശ കൺസിഡർ ചെയ്തോ മക്കളെ? ആ ദോശ അർപ്പിതയാണ് ദോശ ചുട്ടത്. അപ്പോൾ ആ ദോശ എന്ത് ചെയ്തു? അർപ്പിതയുണ്ട് ഒരു ആക്സോ ബ്ലേഡ് വെച്ചിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് മാറ്റി. കണ്ടോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ കണ്ടോ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നില്ലേ? ആണോ അർപ്പിതേ? ആണ്. അപ്പോൾ അത് പ്ലെയിൻ ഒരു സർഫസിൽ ഉണ്ടാകുന്ന ആംഗിൾ ആയതുകൊണ്ടാണ് അതിനെ നമ്മൾ പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇങ്ങനെ കണ്ടോ, ഇതിപ്പോൾ 2 വര വരച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇത് പ്ലെയിൻ ആംഗിളാണ്. അല്ലേ? ഇനി സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കോൺ ഐസ്ക്രീം തിന്നിട്ടുണ്ടോ? ഈ കോൺ ഐസ്ക്രീമിൻ്റെ ഉള്ളിൽ ഇത് പ്ലെയിൻ, ഇത് കണ്ടോ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ആംഗിൾ പോലാണോ ഈ ആംഗിൾ? ഒന്ന് പറയാമോ അർപ്പിതേ? അല്ല സർ. അതായത് ഇത് പ്ലെയിൻ സർഫസിലുള്ള ഒരു ആംഗിളാണ്, എന്നാൽ ഇതൊരു 3 ഡയമെൻഷണൽ ആംഗിളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ശരിയല്ലേ? ഇതിങ്ങനെ ഒരു മുഴച്ചാണ് ഇരിക്കുന്നത്. അതായത് ഇങ്ങനെയാണ് ആംഗിൾ ഇരിക്കുന്നത്. അതായത് കൃത്യമായിട്ട് വരയ്ക്കുകയാണെങ്കിൽ അവിടുത്തെ ആംഗിൾ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഞാനത് 3 ഡയമെൻഷനായിട്ട് വരച്ച് കാണിക്കാം, നോക്കിക്കോളൂ. കണ്ടോ, അവിടുത്തെ ആംഗിൾ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത് ആംഗിൾ വരയ്ക്കുകയാണെങ്കിൽ? ആണോ? ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ കണ്ടോ ഇങ്ങനെ ഇരിക്കും. ഇവിടുത്തെ ആംഗിൾ പ്ലെയിൻ ആണ്, ഒരു പ്ലെയിൻ ആയിട്ടിരിക്കും. ഇനിയിപ്പോൾ 2 വര വരച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഫോം ചെയ്യുന്നത് പ്ലെയിൻ ആംഗിളാണ്. എന്നാൽ കോണിൻ്റെ ഇടയ്ക്ക് ഫോം ചെയ്യുന്നത്, ഒരു ഗ്ലാസിൻ്റെ ഉള്ളിൽ ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കോണിക്കലായിട്ടുള്ള ഏതെങ്കിലും ഒരു ഫ്ലാസ്കിനുള്ളിൽ ഫോം ചെയ്യുന്നത്, ഇതെല്ലാം സോളിഡ് ആംഗിളാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടെണ്ണം നിങ്ങളിതുവരെ പഠിക്കാത്ത സാധനം ആയതുകൊണ്ട് ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും വെട്ടമായി, സൂര്യൻ്റെ വെട്ടമൊക്കെ അളക്കുന്നത് ലൈറ്റ് ഇൻറ്റൻസിറ്റി. ലൂമിനസ് മീൻസ് സംതിങ് റിലേറ്റഡ് ടു ലൈറ്റ് എന്നാണ് അർത്ഥം. അതിൻ്റെ യൂണിറ്റ് ക്യാൻഡില. ഈ എമൗണ്ട് ഓഫ് ഈ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? അത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, നമ്മളിതുവരെ കെമിസ്ട്രിക്കകത്ത് H2 + O2 gives 2H2O എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? എന്നാൽ ഇനിയും അതിനകത്ത് എത്ര H2 ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പഠിക്കും. മനസ്സിലായോ? കോടിക്കണക്കിന് H2. അപ്പോൾ കോടിക്കണക്കിന് H2 എന്ന് പറയുമ്പോൾ 1 കോടി H2 എന്ന് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. നമ്മളത് ഒരു മോൾ എന്ന് പറയുന്നൊരു യൂണിറ്റിലാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.
ഒരു മോളെന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു 6.022 × 10⁻23 ഐറ്റങ്ങൾ കാണും. അതായത് ഏകദേശം ഒരു പറയുകയാണെങ്കിൽ ഒരു 6.022 എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 62,000 കോടി എന്ന് വിചാരിച്ചു. അത്രയും പാർട്ടിക്കിൾ കാണും ഒരു മോളിനകത്ത്, ഏകദേശം പറഞ്ഞ കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മളത് പഠിക്കുക. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് ഇത്രയുമേ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് വൃത്തിക്ക് എഴുതിയെടുത്തു എന്ന് വിശ്വസിക്കുന്നു. നല്ലോണം പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ കയറുക. പഠിക്കാതെ ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ ഞാൻ പഠിപ്പിക്കത്തില്ല, പ്രത്യേകം പറയാം. എനിക്ക് മാർക്ക് വേണം. +1 നല്ലതായിട്ട് പഠിച്ചാൽ മാത്രമേ